Hi guys, namaste. Welcome to Malubro once again. 100 ദിവസത്തെ വി ഡി സതീശൻ സാറിൻ്റെ ഭരണത്തെക്കുറിച്ചൊക്കെ വിവരിക്കണമെന്നൊക്കെ ആഗ്രഹിച്ചതായിരുന്നു. പക്ഷെ അതിനിടയിലാണ് നമ്മുടെയൊക്കെ മനസ്സിനെ വേദനിപ്പിക്കുന്ന രീതിയിൽ നേപ്പാളിലൊരു പ്രകൃതി ദുരന്തം ഉണ്ടായിരിക്കുന്നത്. നേപ്പാളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് ഏറ്റവും സന്തോഷം നൽകിയ അല്ലെങ്കിൽ ഒരു സെക്കൻഡ് ഹോം എന്നുള്ള രീതിയിൽ വളരെ ഫ്രണ്ട്ലി ആയിട്ട് എൻ്റെ കൂടെ ചിലവഴിച്ച ഒത്തിരി ഓർമ്മകളുണ്ട്. കാരണം ഒത്തിരി വെക്കേഷൻ സമയത്ത് കഴിഞ്ഞ 2020 മുതൽ അറ്റ്ലീസ്റ്റ് ഒരു മാസം നേപ്പാളിൽ പോയി താമസിക്കാറുള്ളൊരു വ്യക്തിയും കൂടിയാണ് ഞാൻ. ഇതിപ്പം നോവോക്കോട്ടാണെങ്കിലും ദാദിമിങ് ആണെങ്കിലും ബുട്ട്വാൾ ആണെങ്കിലും ഭൈരവി ആണെങ്കിലും കാഠ്മണ്ഡു ആണെങ്കിലും പൊക്രി ആണെങ്കിലും സുനോലി ആണെങ്കിലും നേപ്പാളിൻ്റെ ഓരോ സിറ്റിയിലും അറ്റ്ലീസ്റ്റ് ഒന്നോ രണ്ടോ പേര്, അത് ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ, സുഹൃത്തുക്കളുടെ മേഖലയാണ്. ഒത്തിരി ആൻറ്റിമാർ, അങ്കിൾമാർ, പ്രായമുള്ളവരായിട്ട് ഒത്തിരി സൗഹൃദം നേടാൻ സ്ഥാപിച്ചൊരു സ്ഥലം കൂടിയാണ് നേപ്പാൾ. നമ്മുടെ കേരളത്തിലെയും അതുപോലെ തന്നെ പൊതുസമൂഹത്തോടുള്ള ഒരു മുന്നറിയിപ്പും കൂടിയാണിത്. നമ്മളൊക്കെ വെള്ളപ്പൊക്കം വന്നേരം കേരളത്തിൽ 2018 നമ്മളൊക്കെ അനുഭവിച്ചതാണ്. അതിനുശേഷം നമ്മൾ വീണ്ടും വർഗീയതയിലേക്കും ചേരിതിരിഞ്ഞുള്ള അക്രമത്തിലേക്കും, എന്തിനു പറയുന്നു, ഒരു മഴ വെള്ളം ഒരു പറമ്പിൽ നിന്ന് അടുത്ത പറമ്പിലേക്ക് പോകുമ്പോൾ തമ്മിൽ വെട്ടാനും കുത്താനും ഓടി നടക്കുന്ന ഒരു ജനായിട്ട് മാറി. തുണി അലക്കിയ വെള്ളം ഒരു കോമ്പൗണ്ടിൻ്റെ ബിൽഡിങ്ങിൽ തുണി ഉണക്കാനായിട്ടിരിക്കുമ്പോൾ അതിനകത്തുനിന്ന് ഒരു തുള്ളി വെള്ളം അടുത്തുള്ള ഫ്ലാറ്റിലേക്ക് വീഴുമ്പോഴേ അതിന് പോലും വഴക്കടിക്കുന്ന ഒരു ജനതയായിട്ട് നമ്മളൊക്കെ മാറി. ഇപ്പോൾ നേപ്പാളിൽ നമ്മളെല്ലാവരും കണ്ടതാണ്. ഒരു ജനത, അതിപ്പോൾ കണക്കിന് 500-1000 പേര് മരണപ്പെട്ടു എന്നൊക്കെ പറയുന്നത്, മരണത്തെ തടുക്കാൻ നമുക്ക് ആർക്കും പറ്റത്തില്ല. അതിപ്പോൾ എത്ര വലിയ സയൻസും ടെക്നോളജിയൊക്കെ ഉണ്ടെങ്കിലും മുകളിലൊരു ദൈവം എന്നുള്ളതുണ്ട്. ആ ദൈവത്തിന് അതീതമായിട്ട് മരണത്തെ മുൻകൂട്ടി കാണാനോ തടുക്കാനോ നമ്മളെ കൊണ്ട് ആർക്കും പറ്റത്തില്ല എന്നുള്ളത് വീണ്ടും വീണ്ടും തെളിയിച്ചതാണ്. അതിപ്പോൾ എത്ര വലിയ സയൻസും ടെക്നോളജിയൊക്കെ ഉണ്ടെങ്കിലും മരണത്തെ തടുക്കാൻ നമ്മളെ കൊണ്ട് ആരെക്കൊണ്ടും പറ്റത്തില്ല. പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉള്ള സമയത്ത് നമുക്ക് സാഹോദര്യത്തോടുകൂടി സ്നേഹത്തോടുകൂടി ജീവിക്കാം. രാഷ്ട്രീയമായിട്ടുള്ള വിയോജിപ്പുണ്ടാവും, ബിസിനസ് പരമായിട്ടുള്ള വിയോജിപ്പുണ്ടാവും, കുടുംബപരമായിട്ടുള്ള കലഹങ്ങളുണ്ടാവും. പക്ഷേ അതൊക്കെ മാറ്റി വെച്ച് നമ്മളെല്ലാവരും ഇന്നല്ലെങ്കിൽ നാളെ തിരിച്ചു പോകേണ്ടവരാണ് എന്നുള്ള രീതിയിൽ അതിനെ കണ്ട് ഒന്നിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതാണ് ഈ നേപ്പാൾ ദുരന്തം നൽകുന്നൊരു പാഠം. പിന്നെ പൊളിറ്റിസൈസേഷൻ ചെയ്യുക, അതുപോലെ തന്നെ മാർക്കറ്റിംഗ് ചെയ്യുക എന്നുള്ള രീതിയും കൂടെ ഉണ്ട്. നേപ്പാളിൽ ശരിയാണ്, നല്ല രീതിയിൽ പ്രകൃതിക്ഷോഭം ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ കേരളത്തിലെയും മറ്റുള്ള ഇന്ത്യൻ മീഡിയകളൊക്കെ നന്നായിട്ട് അത് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അവർക്കുണ്ടാകുന്ന ഗുണം എന്ന് വെച്ചാൽ മരിച്ചവർ തിരിച്ചു വരത്തില്ലെങ്കിൽ പോലും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ടും അവർക്ക് നല്ല രീതിയിലുള്ള സാമ്പത്തികമായിട്ടുള്ള സപ്പോർട്ട് കിട്ടും. ജീവിച്ചിരിക്കുന്ന, മരിച്ച പോലെ ജീവിക്കുന്ന ബാക്കിയുള്ളവർക്ക് അതൊരു തണലായി മാറും. അതിനൊരു പ്രോപ്പറായിട്ടുള്ള ഓഡിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ നേപ്പാൾ ജനതയ്ക്ക് ഉയർത്തെഴുന്നേൽക്കാനുള്ളൊരു അവസരമാവും. കാരണം നമ്മൾ ഇതിനു മുമ്പ് 2014-14 തോന്നും, ഒരു പ്രകൃതി ദുരന്തമായിട്ടുള്ള ഭൂകമ്പം ഉണ്ടായിരുന്ന സമയത്ത് പലരും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തായിരുന്നു. പക്ഷേ അവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ കറപ്റ്റഡ് ആയിട്ടുള്ളൊരു ഗവൺമെൻറ് കാരണം അതൊന്നും പ്രോപ്പറായിട്ട് ജനങ്ങൾക്ക് എത്തിപ്പെടാൻ പറ്റിയിട്ടില്ല. പക്ഷേ ഇപ്പോഴുള്ള ഗവൺമെൻറ്റും അതുപോലെ തന്നെ ജെൻസീസും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം എല്ലാവരും ചേർന്ന് നേപ്പാളിൽ നിന്നുള്ള ഈ പ്രകൃതി ദുരന്തത്തെ നല്ല രീതിയിൽ നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങളും ഇന്ത്യൻ മാധ്യമങ്ങളും ലോകത്തിലെ പല മാധ്യമങ്ങളും നല്ല രീതിയിൽ അത് പബ്ലിക്കായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഓരോ കണ്ടൻ്റായിട്ട് പുറത്തു വരുന്നുണ്ട്. അതിൻ്റെ 2 ലക്ഷ്യമാണ്: നേപ്പാളിലെ പ്രകൃതി ദുരന്തത്തെ ലോകത്തെ അറിയിക്കുക, അതുവഴി ആ രാജ്യത്തിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിന് ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ട് കിട്ടുക. അതുതന്നെയാണ് അതിൻ്റെ മെയിൻ ലക്ഷ്യം. അല്ലാതെ സോഷ്യൽ മീഡിയയിൽ വാർത്തകൾ കൊടുത്തുകൊണ്ട് മരണപ്പെട്ടവർ തിരിച്ചു വരാനോ അല്ലെങ്കിൽ ഒന്നും നടക്കത്തില്ല. അടുത്തത് ഫിനാൻഷ്യൽ ഗെയിൻ നടത്തുക. അത് വഴി ആ ജീവിച്ചിരിക്കുന്നവർക്ക് ഇപ്പോൾ പരമാവധി നേപ്പാളീസ് വീഡിയോസും മറ്റുള്ള കാര്യങ്ങളും കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും ഷെയർ ചെയ്യുക, പ്രൊമോട്ട് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പക്ഷേ ഇതോടൊപ്പം തന്നെ എനിക്ക് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറച്ച് മാസങ്ങൾക്ക് മുമ്പ്, ഒരു മാസം മുന്നേ നമ്മുടെ സംസ്ഥാനമായിട്ടുള്ള ആസാമിൽ ഏകദേശം 8 ലക്ഷത്തോളം പേരെ ബാധിക്കുന്ന രീതിയിൽ ഒരു മഹാപ്രളയ ദുരന്തം ഉണ്ടായിട്ടുണ്ട്. എത്രത്തോളം കേരളത്തിലെ മാധ്യമങ്ങൾ അല്ലെങ്കിൽ ഇന്ത്യയിലെ മാധ്യമങ്ങൾ അത് പുറം ലോകത്തെത്തിച്ചു, അത് കണ്ടന്റ് മുഴുവനായിട്ട് ഫിൽട്ടർ ചെയ്ത് പോയായിരുന്നു.
അതിനകത്ത് ഗൂഢരാഷ്ട്രീയ ലക്ഷ്യമുണ്ട്. ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഭരിക്കുന്ന പാർട്ടിക്കെതിരായിട്ട് അത് യൂസ് ചെയ്യുന്നുള്ളൊരു പേടി കൊണ്ട് അവർ തന്നെ അതിനെ സ്വയം ഒതുക്കി തീർത്തു. രണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ പോപ്പുലേഷനെ ബേസ് ചെയ്തിട്ട് അവിടെ പോപ്പുലേഷൻ കൂടുതലായിട്ടുള്ളത് കുറച്ച് ചില മതവിഭാഗത്തിൽപ്പെട്ടവരായതുകൊണ്ട് അവർക്ക് ആരും സഹായങ്ങളൊന്നും കൊടുക്കരുത് എന്നുള്ളൊരു ചിലർ ഒരു ചിന്താഗതിയുടെ പേരിൽ ചെയ്യപ്പെട്ടു. അപ്പോൾ ഇതൊന്നും പാടില്ല എന്നും കൂടെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ നേപ്പാൾ പ്രളയം നമ്മളെയൊക്കെ ഓർമ്മപ്പെടുത്തുന്നത്. ഇപ്പം എന്തായാലും നേപ്പാളിലെ ജനങ്ങൾക്ക് സമാധാനവും ശാന്തി നൽകട്ടെ. അവർ തീർച്ചയായും തിരിച്ചു വരും. ഞാനൊക്കെ എപ്പോഴും അവരുടെ അടുത്ത് പറയുന്നതാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ വീട്ടിലും പിള്ളേർ 15 ലക്ഷം 20 ലക്ഷം 25 ലക്ഷം മുടക്കിയിട്ട് വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നുണ്ട്. പഴയതുപോലെ ദുബായ് മാത്രമല്ല കേട്ടോ. അവരൊക്കെ ക്രൊയേഷ്യ, ഹോളണ്ട്, പോളണ്ട്, അമേരിക്ക, USA, ഓസ്ട്രേലിയ ഇങ്ങനെ പല രാജ്യങ്ങളിൽ അവർ പോകുന്നുണ്ട്. അവരുടെ അടുത്ത് പറയും എന്തുകൊണ്ട് നിങ്ങൾക്കിവിടെ ഒരു ചെറിയൊരു ഫാക്ടറിയോ കാര്യങ്ങളോ. അപ്പോൾ അവർ പറയുന്ന ഒരു കാര്യമാണ്, സാർ ഇവിടെ നല്ല മനുഷ്യരുണ്ട്, നല്ല കൾച്ചറുണ്ട്, ദൈവം എല്ലാം തന്നിട്ടുണ്ട്. പക്ഷെ ദൈവം പ്രകൃതിയെ നമുക്ക് ഒരിക്കലും ഒരു അനുകൂലമായിട്ട് തന്നിട്ടില്ല. ഏത് സമയത്തും ലാൻഡ്സ്കേലും പ്രകൃതി ദുരന്തങ്ങളും നടന്നുകൊണ്ടിരിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം നമ്മൾ മുടക്കിയിരിക്കുന്നത് പോലും തിരിച്ചു പിടിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് പോകും. അപ്പോൾ പ്രകൃതിയെ പേടിച്ച് തന്നെയാണ് അവരെന്നും ജീവിക്കുന്നത്. പ്രകൃതിയെ കീഴടക്കിക്കൊണ്ട് തന്നെയാണ് അവർ ജീവിക്കുന്നത്. ഒത്തിരി മലകൾ മുകളിൽ കൊടും തണുപ്പിൽ കൊടും ചൂട്ടിൽ വിറക് വെട്ടിയും. പിന്നെ എല്ലാവരും പറയുന്ന പോലെ നേപ്പാൾ അത്ര വലിയ ദാരിദ്ര്യ രാജ്യമൊന്നുമല്ല കേട്ടോ. ചെലവഴിക്കുന്ന കാര്യത്തിലാണെങ്കിലും എൻ്റർടൈൻമെൻറ്റിൻ്റെ കാര്യത്തിലാണെങ്കിലും ടൂറിസ്റ്റിൻ്റെ ഭാഗമായിട്ടാണെങ്കിലും വളരെ നല്ല രീതിയിൽ ജീവിക്കുന്ന മനുഷ്യരാണ് നേപ്പാളീസ്. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട എല്ലാ നേപ്പാളി സുഹൃത്തുക്കൾക്കും നിങ്ങൾക്ക് ദൈവം നന്മ നൽകട്ടെ. ബാക്കിയുള്ള ജീവിതങ്ങളും സമാധാനമായിട്ട് ജീവിക്കാനുള്ള ഒരു അവസരം നൽകട്ടെ. ലോകത്തിലെ എല്ലാ സുഹൃത്തുക്കളോടും പരമാവധി ഷെയർ ചെയ്യുക, ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.